നമസ്കാരം. അമേരിക്കയിൽ 67 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ 2 ഇന്ത്യൻ വംശജരും. വിമാനത്തിലെ യാത്രക്കാരായിരുന്ന എയ്റോസ്പേസ് എഞ്ചിനീയർ വികേഷ് പട്ടേൽ, വാഷിംഗ്ടൺ DC കൺസൾട്ടന്റായ അസ്ര ഹുസൈൻ എന്നിവരാണ് മരിച്ചത്. ഗ്രേറ്റർ സിൻസിനാറ്റിയിൽ നിന്നുള്ള പട്ടേൽ 10 വർഷത്തിലേറെയായി എയ്റോസ്പേസിൽ ഉദ്യോഗസ്ഥനാണ്. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വിജിതയിലെ ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോഴാണ് അസ്ര അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടാകുന്നതിന് 20 മിനിറ്റ് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് 26-കാരിയായ അസ്ര ഭർത്താവ് ഹുസൈൻ റാസയ്ക്ക് സന്ദേശം നൽകിയിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി വിമാനത്താവളത്തിനുള്ളിൽ കാത്തുനിന്ന ഹുസൈന് ഭാര്യയുടെ മരണവാർത്തയാണ് ലഭിച്ചത്. മരിച്ചവരിൽ 2 ചൈനക്കാരും ഫിലിപ്പീൻസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. അമേരിക്കൻ എയർലൈൻസിന്റെ ഉപസ്ഥാപനമായ അമേരിക്കൻ ഈഗിൾ എയർലൈൻസിന്റെ വിമാനമാണ് ബോംബാർഡിയർ CRJ-700 ഫ്ലൈറ്റ് 5342 എന്ന വിമാനം. കാനൻസാസിലെ വിജുത നഗരത്തിൽ നിന്ന് 2 മണിക്കൂർ 45 മിനിറ്റ് നിർത്താതെ പറന്നു വന്ന വിമാനം വാഷിംഗ്ടൺ വിമാനത്താവളത്തിൽ പറന്നിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു അപകടം. അപ്പോഴാണ് 16 മൈൽ അകലെ നിന്ന് വിർജീനിയയിലെ ലാംഗ്ലിക്കടുത്തുള്ള ഫോർട്ട് ബെൽവോർ താവളത്തിൽ നിന്ന് പറന്നുയർന്ന സിഗോർസ്കി UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇടതുവശത്തു കൂടി നേർക്കുനേരെ വന്ന് കൂട്ടിയിടിച്ചത്. ഇപ്പോൾ തകർന്നു വീണ വിമാനവും ഹെലികോപ്റ്ററും മഞ്ഞുറഞ്ഞ പോട്ടോമാക് നദിയിൽ ആണ്ടുകിടക്കുകയാണ്. 15 വർഷത്തിനിടയിൽ US-ൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യോമ ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് അധികൃതർ. അതേസമയം സാധാരണക്കാരായ അമേരിക്കക്കാർ ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ആശങ്കപ്പെടുന്നു. യാത്രാ വിമാനങ്ങളിലെല്ലാം വാലറ്റത്ത് സ്ട്രോബ് നാവിഗേഷൻ ലൈറ്റുകളുണ്ട്. ഇടതുവശത്ത് ചുവപ്പ്, വലതുവശത്ത് പച്ച. വിമാനത്തിന് മുകളിൽ ചുവന്ന ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്നതും മേഖലയിലെ മറ്റു വിമാനങ്ങൾക്ക് ജാഗ്രതാ സന്ദേശം നൽകാൻ കൂടിയാണ്. ഇത്രയും സിഗ്നലുകൾ വിമാനത്തിനുണ്ടായിട്ടും സൈനിക ഹെലികോപ്റ്റർ എങ്ങനെ കാണാതെ പോയി? ഹെലികോപ്റ്റർ പൈലറ്റുമാർ നല്ല അനുഭവപരിചയം ഉണ്ടായിരുന്നവരായിരുന്നെന്നും അവർ നൈറ്റ് വിഷൻ ഗോഗിൾസ് ഉപയോഗിച്ചിരുന്നുവെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. നൈറ്റ് വിഷൻ ഗോഗിളുകൾ പൈലറ്റിന്റെ ദൃശ്യപരിധി കുറച്ചിരിക്കാമെന്ന് US പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. അപകടത്തിന് തൊട്ട് മുമ്പ് ഒരു എയർ ട്രാഫിക് കൺട്രോളറെ ഡ്യൂട്ടി സമയം തീരുന്നതിന് മുന്നേ പോകാൻ അനുവദിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടെ ഹെലികോപ്റ്റർ ട്രാഫിക്കും വിമാന ട്രാഫിക്കും ഒരു എയർ ട്രാഫിക് കൺട്രോളർക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഇത് 2 പേർ ചെയ്യേണ്ടുന്ന ജോലിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സാധാരണഗതിയിൽ രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെ ഇത്തരം ജോലികൾ 2 പേരാണ് കൈകാര്യം ചെയ്യാറുള്ളത്. രാത്രി 9:30ഓടെയാണ് ട്രാഫിക് കുറയുകയും എയർ ട്രാഫിക് കൺട്രോളർ ഒരാളായി ചുരുങ്ങുകയും ചെയ്യുന്നത്. അപകട ദിവസം ഒരു എയർ ട്രാഫിക് കൺട്രോളറെ എന്തുകൊണ്ട് നേരത്തെ പോകാൻ സൂപ്പർവൈസർ അനുവദിച്ചു എന്ന ചോദ്യവും ഉയരുന്നു. 3 സൈനികർ നിയന്ത്രിച്ച ഹെലികോപ്റ്റർ എയർ ട്രാഫിക് കൺട്രോളർ അനുവദിച്ച പാതയിൽ നിന്ന് ദിശ മാറിയിരിക്കാമെന്നും പറയുന്നു. ബ്ലാക്ക് ഹോക്കിന്റെ സഞ്ചാരപഥം അംഗീകൃത റൂട്ടിലായിരുന്നില്ലെന്നും അനുവദിച്ചിരുന്നതിനേക്കാൾ ഉയരത്തിലാണ് പറന്നിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. പോട്ടോമാക് നദിയുടെ കിഴക്കൻ ഭാഗത്ത് കൂടി 200 അടി ഉയരത്തിൽ പറക്കരുതെന്നാണ് ബ്ലാക്ക് ഹോക്കിന് നിർദ്ദേശം നൽകിയിരുന്നത്. അപകടം നടക്കുമ്പോൾ ഹെലികോപ്റ്റർ 300 അടിക്ക് മേലെയായിരുന്നു. മുമ്പും ഈ മേഖലയിൽ പറന്നു പരിചയമുള്ള സൈനിക ഹെലികോപ്റ്റർ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നത് അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. വിമാനം പറന്നിറങ്ങാൻ ഒരുങ്ങുമ്പോൾ റൺവേ മാറ്റിയതായും FAA റിപ്പോർട്ടിൽ പറയുന്നു. ബോംബാർഡിയർ വിമാനം 1ാമത്തെ റൺവേയിൽ ഇറങ്ങാനാണ് ആദ്യം ക്ലിയറൻസ് കിട്ടിയത്. പിന്നീട് 33ാം റൺവേയിൽ ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് കൺട്രോളർ നിർദ്ദേശം നൽകി. എന്നാൽ പ്രാദേശിക ജെറ്റ് വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത് സാധാരണമെന്ന് US വ്യോമയാന രംഗത്തെ ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നു. പ്രധാന റൺവേയിലെ തിരക്ക് ഒഴിവാക്കാനായിരിക്കണം റൺവേ മാറ്റിയതെന്നാണ് വിശദീകരണം. പുതിയ റൺവേയിൽ ഇറങ്ങാൻ വേണ്ടി വിമാനം ദിശ മാറ്റിയത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകളിൽ വ്യക്തമാണ്. ഈ മാറ്റം കൊണ്ട് മാത്രം അപകടം ഉണ്ടാകണമെന്നില്ലെന്നാണ് റിട്ടയർഡ് വ്യോമസേന ബ്രിഗേഡിയർ ജനറൽ ജോൺ ടേഷറ്റ് പറയുന്നത്. ഒറ്റയ്ക്കാണെന്ന കാരണം പറയാമെങ്കിലും എയർ ട്രാഫിക് കൺട്രോളർ കുറെ കൂടി ജാഗ്രതയോടെ തീരുമാനമെടുത്ത വിമാനത്തെയും ഹെലികോപ്റ്ററിനെയും 2 വഴിക്ക് വിടേണ്ടതായിരുന്നുവെന്നാണ് മുൻ കൺട്രോളർമാർ അഭിപ്രായപ്പെടുന്നത്. അതിനൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എയർ കൺട്രോളർ അവ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും പോട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തു. അപകടത്തിന് മുമ്പ് എന്ത് സംഭവിച്ചുവെന്നറിയാൻ ഈ 2 ബ്ലാക്ക് ബോക്സുകളും അന്വേഷകരെ സഹായിച്ചേക്കും.